നമസ്കാരം. പാലക്കാട് മോദി സംസാരിച്ച പൊതുസമ്മേളനം നടക്കുന്ന പാലക്കാട്ടത്തെ കോട്ട മൈതാനത്തിന്റെ വേദിയിൽ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. ഇത് ആദ്യമായിട്ടല്ല നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത്. നേരത്തെയും മോദി പങ്കെടുത്ത പരിപാടിയിൽ അതിനു മുന്നേ തന്നെ മോദിക്കെതിരെ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയാണ് ഉണ്ടായത്. തമ്പി സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലാണ് മോദിക്കെതിരെ ഗൂഢാലോചന നടന്നത്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ ലഭ്യമായതിനെ തുടർന്ന് അന്ന് തമ്പി സുബ്രഹ്മണ്യത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു, കരുതൽ തടങ്കലിൽ വയ്ക്കുകയായിരുന്നു. ഇങ്ങനെയാണ് അന്ന് ഈ ഗൂഢാലോചനക്കാരെ അന്വേഷണ സംഘം നേരിട്ടത്. ഇന്നിതാ വീണ്ടും സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്നു. പാലക്കാട്ടത്തെ പൊതുസമ്മേളനം നടക്കുന്ന വേദിയുടെ ആംപ്ലിഫയറിൽ നിന്ന് പുകയുയരുകയും തീയുയരുകയും ചെയ്യുന്ന സാഹചര്യം തന്നെ ഉണ്ടായി. ഇതിനെ അത്ര ലാഘവ ബുദ്ധിയോടുകൂടി തള്ളിക്കളയുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ സാഹചര്യത്തിൻ്റെ ഗൗരവം എന്താണ് എന്നുള്ളത്. കേരളത്തിൽ ഇലക്ഷൻ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർ രണ്ടുപേർ ഭീകരവാദികളായിട്ടുള്ള ആൾക്കാരുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം തന്നെ അതീവ സുരക്ഷ ആവശ്യമായിട്ടുള്ള പരിപാടികളാണ്. ഇത്തരത്തിലുള്ള ഏത് സുരക്ഷാ വീഴ്ചയും ഒരു രീതിയിലും ക്ഷമിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്നതോ അല്ലെങ്കിൽ നേരത്തെ പ്രധാനമന്ത്രിമാർ കൊല്ലപ്പെട്ടതോ മാത്രമല്ല, പാകിസ്ഥാൻ ഏതു സമയത്തും ഭാരതത്തിനെതിരെ ഒരു ആക്രമണത്തിൻ്റെ സാധ്യതയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നെയാണ് ലഷ്കർ ഇ തയ്യബയുടെ നേതൃത്വത്തിൽ ഭാരതത്തിനെതിരെ വലിയ ഒരു ആക്രമണം, അതും മുംബൈ മോഡൽ ആക്രമണത്തിന് അവർ പദ്ധതിയൊരുക്കിയത്. അതിനുവേണ്ടി 5000-ൽ അധികം വരുന്ന പാക് പൗരന്മാർക്കാണ്, അതായത് തീവ്രവാദികൾക്കാണ് അവർ പരിശീലനം നൽകിയതും അവരെ ഇങ്ങോട്ട് കടത്തിവിടുവാൻ വേണ്ടി ശ്രമം നടത്തിയതും. കഴിഞ്ഞ ഈ മഞ്ഞുകാലത്തൊന്നും അവരുടെ പ്ലാനുകളൊന്നും സക്സസ്ഫുൾ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ആ പ്ലാനുകളെല്ലാം ഇന്ത്യയുടെ സൈന്യം വളരെയധികം പ്രയത്നിച്ചുകൊണ്ട് അതെല്ലാം തന്നെ തച്ചു തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് ഇതാ പഞ്ചാബിൽ നിന്നും ലഷ്കർ ഭീകരന്മാരെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അതായത് ഇവരെ മയക്കുമരുന്ന് കൈവശം വെച്ചതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടിച്ചത് എങ്കിലും ഇവർക്ക് മറ്റു പല പദ്ധതികളും ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള വലിയ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ അവർ ഒരുക്കി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ വരുന്ന ഒരു രീതിയിൽ വലിയ സ്ഫോടനമൊക്കെ നടത്തുന്ന ഭീകരന്മാരെ അല്ല പലപ്പോഴും ഇനി നമുക്ക് കാണാൻ കഴിയുന്നത്. ഭീകരപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടത്തുകയും രാജ്യത്തെ ബുദ്ധിമുട്ടിലാക്കുകയും ഒക്കെ തന്നെയാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമായിട്ട് ഡിജിറ്റൽ ജിഹാദിൻ്റെ ഭാഗമായിട്ട് സ്ലീപ്പർ സെല്ലുകൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തും പതിയിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള ജിഹാദുകളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. കാരണം ഇവരുടെ ഇടയിലേക്ക് ആളെ കൂട്ടുവാൻ വേണ്ടിയിട്ട് വൈറ്റ് കോളർ ജിഹാദ്, അതായത് വളരെ ബുദ്ധിശാലികളായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരെ മതത്തിൻ്റെ പേരിൽ വിലക്കെടുത്തതിന് ശേഷം അവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്യമതസ്ഥരായ സ്ത്രീകളെ വിവാഹം ചെയ്തതിന് ശേഷം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തും അല്ലെങ്കിൽ അവരെ മനം മാറ്റിയെടുത്തും ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ലവ് ജിഹാദിൻ്റെ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ അവരിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവർ പിന്നീട് ഭീകരവാദികളുടെ കുപ്പായം തന്നെ അണിയുന്നുണ്ട്. അത്തരത്തിൽ ഐസിസിലേക്ക് പോയ ചില ആൾക്കാർ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് പോയ ആൾക്കാർ, നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ളവർ ഇന്ന് അഫ്ഗാനിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ ഒരു രീതിയിൽ ഭാരതത്തിന് നേരെ ഈ ഭീകരവാദികൾ തക്കം പാർത്തിരിക്കുകയാണ്. ഏതു സമയത്തും ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ കലുഷിതമായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പാകിസ്ഥാന് നേരെ പോലും 42% ഭീകരവാദ പ്രവർത്തനമാണ് പാകിസ്ഥാനിൽ ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ വലിയ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ വക്കീലാണ്. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു കനത്ത ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും, പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചും ഉണ്ടാകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ
നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ചില ഭീകരവാദ സംഘടനകൾ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്നലെ അമേരിക്ക തന്നെ പബ്ലിഷ് ചെയ്തു. അമേരിക്കയുടെ കോൺഗ്രഷണൽ റിപ്പോർട്ട് എന്ന പേരിൽ അമേരിക്ക തന്നെ പബ്ലിഷ് ചെയ്തുണ്ടായി. 12 ഗ്ലോബൽ ടെററിസ്റ്റ് സംഘടനകൾ, 12 ആഗോള ഭീകരവാദ സംഘടനകളാണ് പാകിസ്ഥാനുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാഷ്ട്രമാണ് എന്ന മുദ്ര കുത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ മിത്രമായിരുന്ന അമേരിക്ക. നമുക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം 60കളിലും 70കളിലും എങ്ങനെയാണ് പാകിസ്ഥാനെ അമേരിക്ക കൈയയച്ച് സഹായിച്ചതെന്ന്. അന്ന് അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഇന്ന് അതേ അമേരിക്കയ്ക്കാണ് മതിയായിരിക്കുന്നു പാകിസ്ഥാനെ. അതായത് ഈ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ സോവിയറ്റ് യൂണിയനെ തുരങ്കം വയ്ക്കുവാൻ വേണ്ടി സോവിയറ്റ് യൂണിയനിലെ രാജാവിനെ അവിടെ നിന്ന് പുറത്താക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തനം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ അൽ ഖ്വയ്ദ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ അത്തരത്തിൽ അൽ ഖ്വയ്ദ ഉണ്ടാക്കിയതിന് ശേഷം ആ അൽ ഖ്വയ്ദ തന്നെ അമേരിക്കയെ ആക്രമിക്കുവാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ താലിബാന്റെ ശത്രുവായി അമേരിക്ക മാറിയപ്പോൾ ഇതേ താലിബാനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് വീണ്ടും അമേരിക്ക എത്തി. അപ്പോഴും ഈ പാകിസ്ഥാൻ അമേരിക്കയെ സഹായിച്ചു. അങ്ങനെ അമേരിക്കയെ സഹായിച്ചതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ നിരവധി ജീവനുകളാണ് ബലി കഴിക്കേണ്ടി വന്നത്. ഇന്നിതാ പാകിസ്ഥാൻ ഭീകരവാദികളുടെ ഒരു പറുദീസയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള പാകിസ്ഥാനെ ഇന്ന് അമേരിക്ക പോലും തള്ളിക്കളഞ്ഞു. പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകൾ പാകിസ്ഥാനിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അവിടുത്തെ ഭരണകൂടത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട്, കോടതികളെ അട്ടിമറിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഒരു ഭീകരവാദ രാഷ്ട്രമാക്കി അത് മാറ്റിയെടുത്തുകൊണ്ട് പാകിസ്ഥാൻ അത് വിഴുങ്ങിയിട്ടുണ്ട്. സൈന്യം പോലും, നേരത്തെ സൈന്യം ചെറിയ ചെറിയ സപ്പോർട്ടുകളൊക്കെ ഭീകരവാദികൾക്ക് ചെയ്തു കൊടുത്തു. ഇന്ന് സൈന്യത്തെ വിഴുങ്ങിയിരിക്കുകയാണ് ഭീകരവാദികൾ. ഭീകരവാദികൾ പറയുന്നത് പോലെ മാത്രമേ അസീം മുനീറിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അസീം മുനീർ ഭീകരവാദികളുടെ കൺട്രോളിലാണ്. അങ്ങനെ ഒരു രാജ്യം ഭാരതത്തിൻ്റെ സമീപത്തുള്ളപ്പോഴാണ് ഈ രീതിയിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ ഭീകരവാദികൾക്ക് കുറവുണ്ടോ? PFIയുടെ ലക്ഷ്യം എന്തായിരുന്നു നേരത്തെ? PFIയുടെ ലക്ഷ്യം പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഭാരതത്തെ ആക്രമിക്കുകയാണെങ്കിൽ ആ ആക്രമണത്തിൻ്റെ സാധ്യതകൾ മുതലെടുത്തുകൊണ്ട് ഇവിടെ ഒരു വലിയ വർഗീയ സംഘർഷം ഉണ്ടാക്കുകയും അവിടിലൂടെ ഹിന്ദു മുസ്ലിം, ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെയുള്ള വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ മറവിൽ ദക്ഷിണ ഭാരതത്തിൽ നിന്ന് വിഭജിച്ചു മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു അന്നത്തെ ലക്ഷ്യം. ഇതിൻ്റെ റിപ്പോർട്ടുകൾ NIA തന്നെ പട്യാല കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PFI അവരുടെ ഭീകരവാദികളെ സിറിയയിലേക്ക് അയച്ച് പരിശീലനം നേടുന്ന സാഹചര്യം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കേരളത്തിൽ നേരത്തെയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് അവരുടെ ആയുധ പരിശീലകരെ അടക്കം കേരളത്തിൽ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു രീതിയിൽ കേരളം ഭീകരവാദികളുടെ ഒരു കളിത്തൊട്ടിലാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് സെൻ്ററായി മാറുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് പല രീതിയിൽ. ഇപ്പോഴിതാ കാസർഗോഡേക്ക് നോക്കുമ്പോൾ ഈ ഭീകരവാദികൾ PDPയും SDPയും ഒക്കെ ചേർന്നുകൊണ്ടാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഒരു ഭീകരവാദ സംഘടനയുടെ പിടിയിലാകുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി വേങ്ങരയിലേക്ക് പോയാൽ അവിടെ ഇടതുപക്ഷത്തിനോടൊപ്പമാണ് SDPI ചേർന്ന് നിൽക്കുന്നത്. അവരുടെ തന്നെ ഒരു കേഡറിനെ, അവരുടെ തന്നെ ഒരു പ്രവർത്തകനെ ഇതേ PFIയുടെ ആൾക്കാരാണ് കത്തി വച്ച് കുത്തിക്കൊന്നത്. ഒരു പ്രത്യേക രീതിയിൽ സർജിക്കൽ ബ്ലേഡ് പോലുള്ള വലിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഭീകരമായ ആക്രമണമായിരുന്നു അന്ന് അഭിമന്യുവിന് നേരെ അവർ നടത്തിയത്. അവരുമായിട്ടാണ് ഇപ്പോൾ ഇടതുപക്ഷം സഹകരിച്ചിരിക്കുന്നത്. ഇനി നേരെ തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ SDPI ഒരു നിർണായക ശക്തിയാണ്. DMKയ്ക്കും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒപ്പം ചേർന്ന് കൊണ്ടാണ് അവിടെ ഭരണം നടത്തുന്നത്. തുറന്നു പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അവിടെ ഒറ്റ ചങ്ങായിമാരായി നിലനിന്നുകൊണ്ട് അവരോടൊപ്പം ഫോട്ടോ എടുക്കുന്നു. ആ രീതിയിൽ അവർ ഇലക്ഷനെ സമീപിക്കുന്നു. അവർ ഒരുമിച്ച് ഒറ്റ സഖ്യകക്ഷികളായി ചേർന്നുകൊണ്ട് ഈ തമിഴ്നാട്ടിലെ ഇലക്ഷനെ സമീപിക്കുന്നു. ഈ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ രഹസ്യമായും
പരസ്യമായും നമ്മുടെ രാഷ്ട്രീയ സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് വശംവദരാകേണ്ടി വരുന്നുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെയും ഈ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളം ഇത്തരത്തിലുള്ള ഭീകരവാദ പദ്ധതികളുടെ പിടിയിലമരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രത്യേകിച്ചും നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ഈ രീതിയിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരുമ്പോൾ, ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിൽ ഒന്നുമില്ലാത്ത രാജ്യത്തിൽ ഭീകരവാദികൾക്ക് പിടിമുറുക്കാൻ വളരെ വളരെ എളുപ്പമാണ്. സിറിയയിലേക്ക് നോക്കൂ, ഇറാഖിലേക്ക് നോക്കൂ, അവിടെ ഐസിസ് എങ്ങനെയാണ് പിടിമുറുക്കിയിരിക്കുന്നത്. ദരിദ്രമായ സിറിയയിലും ഇറാഖിലുമൊക്കെ ഐസിസ് പിടിമുറുക്കിയതുപോലെ പാകിസ്ഥാനെ ഇപ്പോൾ ഭീകരവാദികൾ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അങ്ങനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പാകിസ്ഥാൻ ഏത് നിമിഷം വേണോ മറ്റൊരു രാജ്യത്തിലേക്ക് ഈ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് പദ്ധതിയിടും. അതിനുള്ള സവിശേഷമായ സാഹചര്യം പലപ്പോഴായി പാകിസ്ഥാൻ ഒരുക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. നേരത്തെ ബംഗ്ലാദേശിനെ അവർ പാട്ടിലാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ ഭീകരവാദികളെ പാട്ടിലാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ. ബംഗ്ലാദേശിൽ ഭീകരവാദ പ്രവർത്തനം നടത്തി, അതായത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ, അതായത് ചിക്കൻ നെക്ക് കോറിഡോറിലേക്ക്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ആക്രമണം നടത്തി അതിനെ പിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിന് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പിന്തുണ കൊടുത്തിരുന്നു. അങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം, അതായത് ഭാരതത്തിൻ്റെ ഏത് പ്രദേശത്തിലേക്കെങ്കിലും ആക്രമണം നടത്തിക്കൊണ്ട് ആ ഭാഗത്തെ പിരിച്ചെടുക്കുക, ആ ഭാഗത്തെ തകർക്കുക, അവിടെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്തുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും കേരളത്തിൽ ഈ രീതിയിലുള്ള ഭീകരവാദ സംഘടനകൾ പിടിമുറുക്കുമ്പോൾ, കേരളം ഒരു കളിത്തൊട്ടിൽ പോലെ അവർക്ക് അനുഭവപ്പെടുമ്പോൾ, അവരതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, തമിഴ്നാട്ടിൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് തിരുപ്പുറം കുണ്ട്രത്തിലൊക്കെ വലിയ സഹായമാണ് ഈ SDPIക്കൊക്കെ DMK ചെയ്തു കൊടുത്തത്. ആ ഒരു രീതിയിൽ ഭരണകർത്താക്കൾ തന്നെ, അതായത് സ്റ്റേറ്റുകളുടെ ഭരണകർത്താക്കൾ തന്നെ ഇവരുടെ ഭീകരവാദ സ്വഭാവത്തിന് വളം വെച്ചു കൊടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗൗരവതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊരു നിസ്സാരമായ പ്രശ്നമേയല്ല. ഇതിനെ അട്ടിമറി സ്വഭാവത്തോടു കൂടി തന്നെ കാണണം. തൽക്ഷണം ഉദ്യോഗസ്ഥരെത്തി ആ തീ അണച്ചതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഇത് ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയുന്നതല്ല. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഭാരതം നെഞ്ചും വിരിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ, ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രദേശങ്ങളിലൊക്കെയും, അതായത് യുദ്ധം നടക്കുന്ന ഇരു രാജ്യങ്ങളിലേക്കും ചെന്നു കയറാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലോകവ്യാപകമായി ശത്രുക്കളുണ്ട്. അത്തരത്തിലുള്ള ശത്രുക്കൾ യഥാസമയം, വളരെ കൃത്യമായ സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ചെറിയ ഏത് തരത്തിലുള്ള സുരക്ഷാ പ്രശ്നവും നമുക്ക് ഒരു കാരണവശാലും ക്ഷമിക്കുവാൻ കഴിയില്ല. കാരണം ഭാരതത്തിന് ഇനിയും ഉയരേണ്ടതുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.